ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഫാക്കൽറ്റി ടൂർ പോയാലോ? ഇതാണ് ജാന സിസ്റ്റർ, ഇത് കൊമേഴ്സിലെ ദീപ്തി മിസ്. ട്രിപ്പ് മോഡ് ഓൺ ആയതുകൊണ്ട് എല്ലാവരും ഡാൻസ് കളിക്കാൻ. ലാസ്റ്റ് കയറിയോണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അർബാനിയയിലാണ് സീറ്റ് കിട്ടിയത്. ബാക്കി എല്ലാവരും വലിയ ബസ്സിൽ പോയി. അറൗണ്ട് ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നൂർജഹാൻ ഹോട്ടലിലാണ് കയറിയത്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പുട്ട്, കടലക്കറി എല്ലാം ഉണ്ടായിരുന്നു, വിത്ത് കോഫി ആൻഡ് ടീ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയുന്നതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ട്രിപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പാലക്കാടുള്ള തനിമ ഫാം ലൈഫിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ എത്തിയതും ഞങ്ങളെ റിസീവ് ചെയ്യാൻ എല്ലാവരും റെഡി ആയിരുന്നു. അവിടുത്തെ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. ഇതാണ് ജോജോ സർ, ഞങ്ങളുടെ HOD. 32 ഏക്കറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തനിമ ഫാം ലൈഫ്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത് ഒരു ട്രഡീഷണൽ വില്ലേജ് ലൈഫും അതോടൊപ്പം തന്നെ മോഡേൺ കംഫർട്ട്സും ഇത് രണ്ടും കൂടെ ഒരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഗുവാവ ഫ്രഷ് ജ്യൂസായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞങ്ങൾക്ക് അവിടുത്തെ ഫാമിനെ പറ്റിയിട്ടും അതോടൊപ്പം അവിടുത്തെ ആക്ടിവിറ്റീസ്, അവരുടെ ഹിസ്റ്ററി എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ ഫാം വിസിറ്റിന് പോയത്. ഇതാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ചീന വല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിൻ്റെ ഒരു ഡെമ്മി എക്സ്പീരിയൻസ് നമുക്ക് അവിടുന്ന് ലഭിക്കും. അവിടെ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഞങ്ങൾക്ക് അവർ പരിചയപ്പെടുത്തി. ചിലതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾക്ക് മരത്തിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കാമായിരുന്നു. അതിലൊന്നാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ എന്ത് കഴിച്ചാലും മധുരമായിട്ട് നമുക്ക് തോന്നും. നടന്ന് ക്ഷീണിക്കുമ്പോൾ റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് സംഭാരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോയത് സ്കൈ സൈക്ലിംഗ് ചെയ്യാനായിരുന്നു. പിന്നത്തെ ആക്ടിവിറ്റി കുറച്ചുകൂടി ഫണ്ണായിരുന്നു. അവരവിടെ വളർത്തുന്ന ടൈംഡ് ആയിട്ടുള്ള സ്നേക്സ്, ഇഗ്വാന, ബേർഡ്സ്, കാറ്റ്സ്, ഡോഗ്സ് ഇവരെയൊക്കെ തൊടാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഞാനും ഗഹന മിസ്സും സിപ്പ് ലൈനിലൊക്കെ കയറി വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ആക്ടിവിറ്റി വീഡിയോസ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് എടുത്തു തരും. പിന്നത്തെ ഞങ്ങളുടെ ആക്ടിവിറ്റി ആയിരുന്നു ബോട്ടിംഗ്. ഇതിൻ്റെ കൂടെ തന്നെ സ്വിമ്മിംഗ് ഒക്കെ അറിയുന്നവർക്ക് കയാക്കിങ്ങും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി ഊഞ്ഞാലാടി, സ്ലൈഡ് ചെയ്തു. പിന്നെ ടോയ് ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം റൗണ്ട് ചെയ്തു. ഇത്രയും ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ലഞ്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ഒട്ടകത്തിൻ്റെ മേലെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പോയത് ഗോഡ് ഫാമിലേക്കും കൗ ഫാമിലേക്കും ഹോഴ്സ് ഫാമിലേക്കുമാണ്. കാണാനൊക്കെ രസമായിരുന്നെങ്കിലും ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ ഒരു ഒച്ച ഉണ്ടാക്കി. ഞാൻ ആകെ പേടിച്ചു പോയി. പിന്നെ അവിടെ യാക്ക് ഉണ്ടായിരുന്നു, കാസർഗോഡ് കുള്ളൻ ഉണ്ടായിരുന്നു, ഗിർ പശു ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നത്തെ ആക്ടിവിറ്റി ഹോഴ്സ് റൈഡിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫിഷ് പായിലേക്ക് പോയി. കുറച്ച് നേരം സ്പായൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയി. പൂളിൽ ഇറങ്ങി കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി റെയിൻ ഡാൻസ് ആയിരുന്നു. പിന്നെ ഫ്രഷായി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഹാളിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ലെഷർ ടൈമിൽ കളിക്കാനായിട്ട് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ചോദ്യം. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ട്രിപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി,